ഒന്നും പറയാനില്ല, നല്ല സുന്ദരിയായിട്ടുണ്ട്. ഞാനല്ല, നമ്മുടെ രേണു. നമ്മുടെ രേണുവിന്റെ ഈ സീറ്റ് ബെൽറ്റ് ഭയങ്കര വിവാദമായിട്ടുള്ളതല്ലേ. സീറ്റ് ബെൽറ്റ്, അച്ഛന്റെ കാര്യം പറഞ്ഞിട്ട്, മോന്റെ കാര്യം പറഞ്ഞിട്ട്, സുധിച്ചേട്ടന്റെ കാര്യം പറഞ്ഞിട്ട്, അങ്ങനെ അങ്ങനെ പല 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 കാറ്റഗറിയിലാണ് രേണുവിന്റെ വിവാദങ്ങൾ. അതിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വിവാദമാണ് ഈ സീറ്റ് ബെൽറ്റിന്റെ. അതുകൊണ്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. രേണു ഒരു സീറ്റ് ബെൽറ്റിന്റെ ഒക്കെ ഇട്ടിട്ട് ഒരു റീൽസ് ചെയ്തിട്ടുണ്ട്. രേണുവിന് തന്നെ അറിയാം എന്തായാലും ഇന്ന് വളരെ വൃത്തിയായിട്ടൊക്കെയാണ് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടേക്കുന്നത്. ഒന്നും കാണിക്കുന്നില്ല, കാണിക്കാനുള്ള എല്ലാ സബ്സ്ക്രിപ്ഷനിൽ കാണിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. ഇങ്ങനെ തന്നെ വേണം കേട്ടോ. സബ്സ്ക്രിപ്ഷൻ എന്ത് വേണമെങ്കിലും കാണിച്ചോ. പൈസ കൊടുത്ത് ആൾക്കാർ കയറുന്നത് കാണാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷേ 2 ദിവസം മുന്നേ വിളിച്ചോണ്ടിരുന്നാണ്, അതായത് വരുമാനമൊക്കെ ആയി കാണും, ഇപ്പൊ റീച്ച് ആയി കാണും, ആയിട്ട് നന്നായിട്ട് ജീവിക്കട്ടെ പറയട്ടെ. പിന്നെ ഇപ്പം പ്രൊമോഷനൊക്കെ ചെയ്ത് നന്നായിട്ട് ജീവിക്കട്ടെ, യൂട്യൂബ് വരുമാനമൊക്കെ ആയി കാണും, ഇപ്പൊ തന്നെ റീച്ച് ആയി കാണും. ഓൾറെഡി ആ ഒരൊറ്റ വീഡിയോയിൽ നല്ല റീച്ച് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. എനിവേ ആ പൈസ ഒക്കെ ആയിട്ട് നന്നായിട്ട് ജീവിക്കട്ടെ, നല്ല കുട്ടിയോട് ജീവിക്കട്ടെ, അതെനിക്ക് ആഗ്രഹം. കിച്ചുവിന്റെ സ്വന്തം ബ്രദറാണ് ഋതപ്പനെ കാണാൻ വേണ്ടിയിട്ട് കിച്ചു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ റിയാക്ഷൻ എന്ത് റിയാക്ഷൻ? സന്തോഷത്തോടു കൂടി. അവന് ഞാൻ എന്ത് കാണിക്കാൻ? അവന്റെ അനിയനല്ലേ, അവനെപ്പം വേണം, അവന്റെ വീടല്ലേ, അവനെപ്പം വേണം വരാം, കാണാം. എന്ത് റിയാക്ഷൻ? ഇല്ല, ഞാനതല്ലേ ഇപ്പം പറഞ്ഞില്ലേ, എന്നെ വിളിക്കാറില്ല, ഞാൻ വിളിക്കാറില്ല. ഇപ്പം വീഡിയോ ഒക്കെ ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട്, ഇത് കാണാറുണ്ട്. നമുക്ക് പിണക്കമൊന്നും ആരോടും ഇല്ല, ചിലർക്കില്ല. നല്ല കാര്യം. രേണു ആദ്യമേ കിച്ചുവിന്റെ കാര്യം പറയുന്നത് ഇപ്പൊ പൈസയൊക്കെ ആയല്ലോ, പ്രമോഷൻ ആയല്ലോ, നമ്മുടെ ഇതിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് നല്ലതുപോലെ വരുമാനമൊക്കെ ഉണ്ടാവുന്നു, റീച്ചായി, നല്ലതുപോലെ റീച്ചായി. അപ്പോൾ നല്ലതുപോലെ റീച്ചായി, നമ്മുടെ കിച്ചുവിന്റെ ചാനൽ നല്ലതുപോലെ റീച്ചായതാണോ രേണുവിന്റെ ഒരു വിഷമം? പറയുന്നതിൽ ഒരു വിഷമം ഇല്ലേ? ആ മുഖത്തിനൊരു സാഡ്നെസ് ഇല്ലേ? ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ജീവിക്കട്ടെ, ആ കുട്ടിയും ജീവിക്കട്ടെ. എന്നിട്ട് പറയുന്നുണ്ട് നല്ലതാവട്ടെ, നന്നായിട്ട് വരട്ടെ, നല്ലതുപോലെ വരട്ടെ എന്ന്. പക്ഷേ ഋതപ്പനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ കാണാൻ പറ്റും, വരട്ടെ, എനിക്കതിൽ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. നല്ല കാര്യം. ഈ സത്യത്തിൽ എന്തായിരിക്കും ഒന്നും അറിയത്തില്ല, പക്ഷെ പറയുന്നുണ്ട് കാണാൻ അനുവദിക്കും, ഒക്കെ വരാൻ, എനിക്ക് ആരോടും പിണക്കമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സത്യം എന്താണെന്ന് അറിയത്തില്ല. തന്നെ എന്റെ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും ഞാനും തമ്മിൽ അവിഹിതമാണെന്ന് വരെ പറഞ്ഞൊപ്പിക്കുവാണ്. എനിക്ക് ഇതിനൊക്കെ ഒരു അവസാനം വേണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലേ? ബെസ്റ്റ്. അപ്പൊ അതാണ് മുഴുവൻ ട്രെൻഡിങ്ങിനായിട്ട് ഓടുന്ന പുള്ളിക്കാരി, തീർത്താത്താണ്. ഞങ്ങളും പറയുന്നതാണ്, ഇതിനൊക്കെ ഒരു അവസാനം വേണം. പക്ഷെ വീട്ടിലിരിക്കുന്നവരെയും അച്ഛനും അമ്മയൊക്കെ പറയുന്നത് തെറ്റാണ്. പക്ഷെ ഈ രീതിയിൽ വളർത്തിവിടുന്ന പാരന്റ്സിനല്ലേ അതിന്റെ ഇത് വരുന്നത്. മക്കള് നേരെ വളർന്നു കഴിഞ്ഞാൽ അത് മക്കളുടെ ക്രെഡിറ്റ്, എന്നാലും അച്ഛൻ്റെ അമ്മയുടെയും ക്രെഡിറ്റ് എന്നും പറയും. പക്ഷെ മക്കൾ തേടയായിട്ട് പോയി കഴിഞ്ഞാൽ അത് അച്ഛനമ്മമാരുടെ വളർത്തു ദോഷം തന്നെയാണെന്ന് എല്ലാവരും പറയും. അപ്പോൾ ചീത്ത പറയുന്നതും പള്ളു പറയുന്നതൊക്കെ അച്ഛനും അമ്മയായിരിക്കും. പക്ഷെ വീട്ടിൽ ഇരിക്കുന്നവരെ വഴക്ക് പറയണ്ട. അവരൊന്നും രേണുവിന്റെ അമ്മയൊന്നും ഒരു കാര്യത്തിന് ഇറങ്ങിയൊന്നും കണ്ടിട്ടില്ല. അച്ഛൻ പിന്നെ ആ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ വീടിന്റെ കാര്യത്തിലൊക്കെ കുറച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ അമ്മയൊന്നും അങ്ങനെയൊന്നും മീഡിയക്കാരോടൊന്നും അധികം സംസാരിച്ചിട്ടൊന്നും കണ്ടിട്ടേ ഇല്ല. അപ്പൊ അവരെയൊക്കെ ചീത്ത പറയേണ്ട കാര്യമുണ്ട്? അവരെയൊന്നും ചീത്ത പറയേണ്ട കാര്യമില്ലേ? രേണു ഇങ്ങനെ നടക്കുന്നതിന് അവരെന്താ വിളിച്ച് അവരെയൊന്നും ചീത്ത പറയേണ്ട കാര്യമില്ല. രേണുവിന്റെ അമ്മയെ, രേണുവിന്റെ അച്ഛൻ കുറെ പറയുന്നുണ്ടായിരുന്നു, രേണുവിന്റെ ചേച്ചിയൊക്കെ കുറെ ഗമണ്ടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ചോദിച്ചു. തീർച്ചയായിട്ടും എന്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കും. കേരളത്തില് ഈ നെഗറ്റീവ് പറഞ്ഞാൽ നമുക്ക് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നല്ലോ. പക്ഷേ ഒരാളുടെ കുടുംബത്തിൽ കയറി ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ സെലിബ്രിറ്റി ആണല്ലോ, നിങ്ങൾക്കറിയാം, 2 പേരെ അറിയുന്ന ആളാണോ, അങ്ങനെ പറയത്തുള്ളൂ, ചെറിയൊരു സെലിബ്രിറ്റിയാണ് ഞാൻ. അപ്പോൾ എന്നെ പറ്റി പറഞ്ഞോട്ടെ, എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന തന്തേനെ തള്ളേനെ ഒക്കെ പറയുന്ന ഒരു തരം ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം, അത് ഞാനും കട്ട് ചെയ്യും. അപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ജനിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്നവരെ പറയുന്നത് കട്ട് ചെയ്യും, അല്ലാതെ നാട്ടിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യില്ല. സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പൊ നന്നായിട്ട് വോട്ട് കിട്ടി ജയിക്കുകയും ചെയ്യും. എന്താ പുള്ളിക്കാരൻ ചോദിച്ചത്, സ്വന്തമായിട്ട് ഒരു ദിവസം കേരളം കയ്യിൽ വന്നാൽ എന്ത് കിട്ടും എന്നല്ല, സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാ. അപ്പൊ പറയുന്നത് എന്ത്, എന്റെ വീട്ടിലിരിക്കുന്ന എന്റെ അമ്മ അച്ഛനെയും എന്നെ തള്ളയും എന്തൊക്കെ പറയുന്നതൊക്കെ ഞാൻ അത് ഇത് നിർത്തുമെന്ന്. എന്താ ചോദിച്ചതെന്ന് പോലും മനസ്സിലായില്ല എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് പറയണം കുറെ കാര്യങ്ങൾ, അതിൽ നിങ്ങൾ എന്താ ചോദിക്കുന്നതെന്നുള്ളതിലൊന്നും എനിക്ക് അതിൽ ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തി ഇല്ല. ഞാൻ എൻ്റെ മനസ്സിലുള്ളത് അങ്ങ് പറയും, അത് നിങ്ങൾ അങ്ങ് ഉൾക്കൊണ്ടുകൊള്ളാം. പുള്ളിക്കാരൻ എന്താ ചോദ്യം ചോദിച്ചത്, ഇവരെന്താ മറുപടി പറയുന്നത്? ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും മെന്റാലിറ്റി. സ്വന്തം കാര്യം സിന്ദാബാദ്, സ്വന്തം കാര്യം സിന്ദാബാദ്. ഞാൻ ജയിച്ചാൽ എൻ്റെ വീട്ടിന് വേണ്ടിയിട്ട് വല്ലതും ചെയ്യും. ഇപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ അങ്ങനെയല്ലേ അത് വെച്ചിട്ടായിരിക്കും പറഞ്ഞത്. ചിലപ്പോൾ ഞാൻ ജയിച്ചാൽ എനിക്ക് വേണ്ടിയിട്ട് വല്ലതും ചെയ്യും, എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് വല്ലതും ചെയ്യും. എന്നെ ചീത്ത പറയുന്നവരെയും എന്നെ അപവാദം പറയുന്നവരെയും അതെല്ലാം ഞാൻ നിർത്തിക്കും. അവരുടെ ഞാൻ പൂട്ടിക്കിട്ടും. ഞാൻ അതായിരിക്കും ചെയ്യാൻ പോകുന്നത്. പക്ഷെ എങ്ങനെ ജയിക്കും? ഈ ജനങ്ങളെല്ലാവരും കൂടെ വോട്ട് കൊടുത്താലല്ലേ ജയിക്കാൻ പറ്റുമോ? അന്ന് പുള്ളിക്കാരിക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു. പോട്ടെ.
സുധിച്ചേട്ടന്റെ വീട് ഇവിടെ അടുത്താണല്ലോ, ഇത് കഴിഞ്ഞങ്ങോട്ട് പോകുന്നത്. എനിക്കറിയില്ല, അവിടെ അടുത്താണേലും ഞാനിപ്പോ പോകുന്നില്ല. അതായത് 100 കിലോമീറ്റർ ഇല്ല, ഇപ്പൊ പോകാൻ പറ്റത്തില്ല, ഇപ്പൊ പോകാനുള്ള സാഹചര്യം അല്ല, അതുകൊണ്ട് പോകുന്നില്ല. എന്തോ ഇല്ല, പോകുന്നില്ല. പോണെങ്കിൽ പറയുന്നതിനെന്താ ബ്രോ? സുധിച്ചേട്ടന്റെ വീട് ഇവിടെ അടുത്താണല്ലോ, പോകുന്നില്ല എന്നാ ചോദിച്ചത്. അപ്പോൾ പറയുന്നത് ഇല്ല, പോകുന്നില്ല എന്നാ പറയുന്നത്. പോകാൻ പറ്റാത്ത അവസ്ഥയല്ല, അങ്ങനത്തെ സിറ്റുവേഷൻ അല്ല. എന്താണാവോ എന്തോ സിറ്റുവേഷൻ. ഇപ്പോൾ കിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞതിൻ്റെയൊക്കെ പേരിൽ ഇവർ തമ്മിൽ ഇനി മീഡിയയ്ക്കൊന്നും അറിയാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ ക്ലാഷ് ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ടാണോ പോകാത്തതെന്നും അറിയത്തില്ല, എന്തോ അറിയത്തില്ല. എന്തായാലും പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. നേരത്തെയൊക്കെ സുധിയുടെ വീട്ടുകാരെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഒരു സ്നേഹത്തോടെയൊക്കെ ആയിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു സ്നേഹം കാണുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ഒരു പച്ച സാരിയിൽ രേണു കാണാൻ സുന്ദരിയായിട്ടുണ്ട്, എന്തായിക്കോട്ടെ. പക്ഷെ ആ വോട്ടിനൊക്കെ പോയ ഞാൻ ഇനിയിപ്പോൾ കാണിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ രേണുസുതി എന്ന് പറയുന്ന ഒരാളില്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത കുറേ വ്ളോഗേഴ്സ് ഉണ്ട്. അവർക്ക് ഒരു ദിവസം 3 നേരം പോലെ ടാബ്ലറ്റ് പോലെയാണ് രേണുസുതി കണ്ടന്റ് എടുത്ത് തകർക്കുന്നത്. ഞാനത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യമൊക്കെ എനിക്ക് ഇവരുടെ അടുത്ത് ദേഷ്യമാണ്. എനിക്കിപ്പോൾ ഒരു ദേഷ്യമില്ല. കാരണം വെച്ചാൽ അവർ കഴിക്കട്ടെ, അവർ എന്നെ വെച്ചിട്ട് ആഹാരം കഴിക്കട്ടെ, അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവർ വാങ്ങിച്ചു കൊടുക്കട്ടെ. രേണുസുതി എന്നുള്ളൊരു കണ്ടന്റ് വിറ്റിട്ട് അവർ വാങ്ങിക്കുന്ന ആഹാരം അവരുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് അവർ സന്തോഷമായിട്ട് കഴിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. കാരണം നോ രേണുസുതി ഒരു 3 നേരം ടാബ്ലറ്റ് പോലെ രേണുസുതിയുടെ വീഡിയോ ഇട്ടിട്ട് ഭക്ഷണം കഴിക്കുന്നു എന്ന്. അപ്പം നമ്മൾ ഈ വീഡിയോ ഇടുന്നത് കൊണ്ടാണ് എൻ്റെ പൊന്നു രേണു നീയും റീച്ച് ആവുന്നത്. ഞങ്ങളാരും, അതായത് ഈ മീഡിയക്കാരും വീഡിയോ ഇട്ടില്ല, തൻ്റെ വീഡിയോ ഞങ്ങളാരും ഇട്ടില്ല എന്നുണ്ടെങ്കിൽ തനിക്ക് ഒരു റീച്ചും കിട്ടാൻ പോകുന്നില്ല. ഈ വീട്ടിൻ്റെ മൂലയിൽ തന്നെ കുത്തിയിരിക്കേണ്ടി വരും. ഞങ്ങളൊക്കെ ഈ വീഡിയോ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നത് കൊണ്ട് മാത്രമാണ് താനും റീച്ച് ആവുന്നത്. അത് മനസ്സിലാക്കുക ആദ്യം, കേട്ടോ. അല്ലാതെ നിങ്ങളെ കൊണ്ട് ഞങ്ങളൊക്കെ ജീവിക്കുന്നതല്ല, ഞങ്ങളെ കൊണ്ട് നിങ്ങൾ വൈറലായി പോകുന്നു, അതേ ഉള്ളൂ. നിങ്ങൾ അത് തന്നെ പറയുന്നുണ്ടല്ലോ, ഞങ്ങളൊക്കെ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങൾ പൊങ്ങി കയറി പോകുന്നതെന്ന്. പൊക്കോളൂ. അപ്പൊ അതെന്താ പറയാത്തെ? പിന്നെ 3 നേരം ടാബ്ലറ്റിനെ കൂട്ട് വീഡിയോസ് ഇട്ട് ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയാം. ഞങ്ങളെ കൊണ്ട് നിങ്ങളാ ഭക്ഷണം കഴിക്കുന്നത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ. കള്ളക്കടത്തിലൂടെ ഒരു രൂപ എനിക്ക് സമ്പാദിക്കേണ്ടത്. നമ്മൾ ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ ആണല്ലോ നേരെ ചുമ മെറ്റേരിൽ നിന്നല്ലേ അവർ അവിടുത്തെ എടുത്തിട്ട് നമുക്ക് തരുന്ന നമ്മുടെ നിയമത്തിനനുസൃതമായിട്ടുള്ള പൈസയാണ് നമുക്ക് സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും കിട്ടുന്നത്, അല്ലേ? അല്ലാതെ അത് കള്ളത്തരമൊന്നുമല്ല. അപ്പോൾ ഞാൻ കള്ളത്തരത്തിൽ ഒരു പൈസയും നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുമില്ല. പിന്നെ എനിക്ക് അന്ന് ദേശകാരൻ പറഞ്ഞു നിന്റെ അവിടെ തന്തയാണെന്ന് പറഞ്ഞു. ശരിയാണ്, എനിക്ക് ഇപ്പോഴും അങ്ങനെയാണ് പറയാനുള്ളത്. അത് ചെയ്യുന്ന അവിടെ തന്തയും തള്ളയായിരിക്കും, ഞാനല്ല. കള്ളത്തരമല്ല, കള്ളത്തരം നല്ലതുപോലെ കാണിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷെ കള്ളക്കടത്തൊന്നും ചെയ്യാനുള്ള ഒരു തൻ്റെയുടെ ഒക്കെ രേണുവിനുള്ളതായിട്ട് തോന്നുന്നില്ല. കള്ളക്കടത്തൊന്നും അവരെ കൊണ്ട് പറ്റൂല. അത് ചുമ്മാതെ പറയുന്നതാ. അത്രയൊന്നുള്ള ഇതൊന്നും ആംബിയൻസ് ഒന്നും നമ്മുടെ രേണുവിനില്ല. അതൊന്നും പറയാനോ. പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് പോലും തിരിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു, വീഡിയോ ചെയ്തിട്ടും അല്ലാതെ മെസ്സേജിലൂടെ ഒക്കെ. ഒരുപാട് നല്ല ആളുകളാണ്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ, അതായത് ഞാൻ പറയട്ടെ, ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടുകാർ, എൻ്റെ ചേച്ചി ഫാമിലി. പിന്നെ എടുത്ത് പറയാം കരിഷ്മ, എൻ്റെ മാനേജർ, ശ്രീലക്ഷ്മി, ജാസി, ഈ ലച്ചു, നമ്മുടെ ആർജ ലച്ചു, അതുപോലെ സജിന ചേച്ചി, ശ്രീതു, അതുപോലെ പേര് പറയാൻ എനിക്ക് തോന്നുന്നത് ഒരുപാട് വ്ളോഗേഴ്സ്, നല്ല വ്ളോഗേഴ്സ്, സെലിബ്രിറ്റീസ്, വീട്ടി മമ്മി, എന്താ പറയുക, ട്രാൻസ്ജെൻഡേഴ്സിൽ മിക്കവരും എൻ്റെ ഫ്രണ്ട്സാണ്. അവരൊക്കെ എനിക്ക് ഫ്രണ്ട്സ് ഒന്നല്ല, അവരെനിക്ക് ഞാൻ ആത്മാർത്ഥമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ എനിക്ക് സപ്പോർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. അതുപോലെ തന്നെ ഈ ഷഫീന ബീബി എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രേണു ദുബായിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് ഒരു ബാഗൊക്കെ ആയിട്ടാണ് പോകുന്നത്, തിരിച്ചു വരുമ്പോൾ 4-5 ബാഗുകളായിട്ട് തിരിച്ചു വരുന്നു. അത് സപ്പോർട്ട് ചെയ്യും. അവർക്ക് കഴിക്കാനും കുടിക്കാനും ഒക്കെ കൊടുക്കുന്ന രേണുവല്ലേ, അപ്പോൾ രേണുവിനെ സപ്പോർട്ട് ചെയ്യത്തല്ലേ പറ്റൂ. പിന്നെ എൻ്റെ മാനേജർ, അവരും സപ്പോർട്ട് ചെയ്യും. അവർക്കും പൈതയുണ്ട്, അതുകൊണ്ട് അവരും സപ്പോർട്ട് ചെയ്യും. പിന്നെ ആഷി, പിന്നെ ശ്രീലക്ഷ്മിയോ, അങ്ങനെ കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പേര്, പിന്നെ കുറച്ച് സെലിബ്രിറ്റീസ്. ഏത് സെലിബ്രിറ്റീസ് സപ്പോർട്ട് ചെയ്തെന്നാ പറയുന്നത്? സെലിബ്രിറ്റീസ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നതൊന്നും കാണുന്നില്ലല്ലോ. ഈ സോഷ്യൽ മീഡിയയിലൊന്നും കാണുന്നില്ലല്ലോ. സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും ഈ ഇപ്പോൾ കിച്ചുവിൻ്റെ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും വന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓരോ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സെലിബ്രിറ്റീസിനെ ഒന്നും കണ്ടില്ലല്ലോ. രേണു എവിടെ ആരായിരുന്നു? കുറച്ച് രേണു തന്നെ പറയുന്നുണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന്. കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ വന്ന് പറയുന്നുണ്ടായിരുന്നു. അവരായിരിക്കും സെലിബ്രിറ്റീസ് അല്ലേ? ഇപ്പൊ കേരളത്തിൽ അവരെന്നല്ലേ സെലിബ്രിറ്റീസ്? നമ്മുടെ ആഷിയും ജാസിയും അവരൊക്കെയാണല്ലോ സെലിബ്രിറ്റീസ്. നമ്മുടെ മമ്മൂട്ടി, മോഹൻലാലൊക്കെ അവരുടെയൊക്കെ ടൈം പോയി. അവരൊന്നും ഇപ്പോൾ സെലിബ്രിറ്റീസേ അല്ല ഇവരുടെയൊക്കെ കണ്ണിൽ. എൻ്റെ രേണു, ഞങ്ങളുടെയൊക്കെ കണ്ണിൽ അവരൊക്കെയാണ് സെലിബ്രിറ്റീസ്. അല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ ആൾക്കാരൊന്നും അല്ല സെലിബ്രിറ്റീസ്, കേട്ടോ. ആഷിയും ജാസിയും ട്രാൻസ്ജെൻഡേഴ്സും അവരൊന്നും അല്ല സെലിബ്രിറ്റീസ്. രേണു പറഞ്ഞതിൽ ട്രാൻസ്ജെൻഡേഴ്സിൽ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അവർ സെലിബ്രിറ്റി അല്ല, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ അവരൊന്നും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതായിട്ടൊന്നും കണ്ടില്ല. അല്ലാതുള്ള ഈ കുറച്ച് ഇങ്ങനെ വെച്ച് കെട്ടി കൊണ്ട് നടക്കുന്ന ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്ത് കണ്ടുള്ളൂ. കണ്ട കാര്യമാണേ, എൻ്റെ അഭിപ്രായമാണേ. വൃദ്ധപ്പനോട് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, അമ്മ കല്യാണം കഴിച്ച് പോകത്തില്ല കേട്ടോ എന്നിങ്ങനെ പറഞ്ഞായിരുന്നു. ഞങ്ങളിങ്ങനെ സംസാരിക്കുമല്ലോ, മോനോട് ഇങ്ങനെ പറഞ്ഞു. മോനെന്തോ പറഞ്ഞു?
കല്യാണക്കാര്യം പറഞ്ഞപ്പോ ഋതപ്പനോട് കല്യാണക്കാര്യം പറഞ്ഞു എന്നാ പറഞ്ഞത്. അപ്പൊ ആ കാണുന്ന മുഖത്ത് കാണുന്ന ഒരു നാളെ ചേച്ചി കിച്ചുവിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നോ വിവാഹത്തിനെ കുറിച്ചൊക്കെ അടുത്ത? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്ത് കിച്ചു എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഇഷ്ടം. ചേച്ചിയുടെ വിവാഹം കിച്ചുവും ഇളയ മകനും ഒരുമിച്ച് സമ്മതിച്ചാൽ മാത്രമേ നടക്കുള്ളൂ, അതല്ല അതെങ്ങനെയായിരിക്കും? ഇഷ്ടപ്പെട്ട ഒരാളെ ചേച്ചി വ്യക്തിപരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ കല്യാണം കഴിക്കും. മക്കളെന്തിനാ സമ്മതിക്കുന്നത്? അവരല്ലോ, ഞാനല്ലേ കല്യാണം കഴിക്കുന്നത്. മക്കളുടെ സമ്മതം അവർക്ക് കുഴപ്പമില്ലല്ലോ. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണ് മൂത്തമ്മ പറഞ്ഞത്. ഇളയ കുട്ടിയെടുത്ത് ഞാൻ ഇങ്ങനെ തമാശ രീതിയിൽ ഇങ്ങനെ പറയുന്നതാണ്. കല്യാണക്കാര്യം പറഞ്ഞപ്പോ നാണം വരുന്നു. കിച്ചനോട് പറഞ്ഞപ്പോ കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു പേരൊക്കെ മാറ്റി കല്യാണത്തിനൊക്കെ ഉള്ള ഒരുക്കങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു. അതൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത്. പേരൊക്കെ മാറ്റി നേരത്തേ ഉള്ള ഒരു വീഡിയോയിൽ, ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നല്ലോ, ഞാൻ കല്യാണം കഴിച്ചാൽ മാത്രമേ പേര് മാറ്റൂ, എൻ്റെ രേണു സുധി എന്നുള്ള പേര് മാറ്റൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഓൾറെഡി മാറ്റിയല്ലോ. അപ്പോൾ ഇനി കല്യാണമൊക്കെ കഴിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പൊക്കെ ആയിരിക്കും ഇത്. കഴിക്കൂ, നല്ല കാര്യം. നിങ്ങൾ കല്യാണം കഴിക്കൂ. കല്യാണം കഴിച്ച് അടങ്ങി ഒതുങ്ങി ജീവിക്കൂ. അതാണ് വേണ്ടത്. ആവശ്യത്തിന് പൈസയൊക്കെ ആയല്ലോ ഇപ്പം. ഇനി കല്യാണമൊക്കെ കഴിച്ച് നല്ലൊരു കുടുംബ ജീവിതം ഉണ്ടാവട്ടെ. നല്ലതുപോലെ കുടുംബം നോക്കി ജീവിക്കൂ, അടങ്ങി ഒതുങ്ങി ജീവിക്കൂ. ഇങ്ങനെയുള്ള കോപ്രായങ്ങളൊന്നും കാണിക്കാതെ. സാധാരണക്കാരെ പോലെ കൈകൊണ്ട് സ്വന്തം കൈകൊണ്ട് അടപ്പ് തുറന്ന് വെള്ളം കുടിക്കുന്ന രേണു സുധി. എല്ലാവരും ഡബിൾ മീനിങ് ആണോ? എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഡബിൾ മീനിങ് ആണോ അതോ സാധാരണക്കാരെ പോലെ അടപ്പ് തുറന്ന് കുപ്പിയുടെ അറപ്പ് തുറന്ന് വെള്ളം കുടിക്കുന്ന രേണു സുധി? എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്തോന്നോ ഉദ്ദേശിക്കുന്നത്? ഡബിൾ മീനിങ് ആണോ എന്തോ, അതോ സാധാരണക്കാരെന്തോ അടപ്പ് തുറന്നല്ലേ കുടിക്കുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. അടപ്പ് തുറക്കാതെ എന്തായാലും ഞാൻ ചെയ്ത ഇനോഗ്രേഷൻസ് ചെയ്ത അല്ലെ, നിങ്ങൾക്കൊക്കെ അറിയാം ഷോപ്പുകളിൽ എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. അത് അറിയുന്നതിൽ ഒരുപാട് സന്തോഷം. അവരൊക്കെ എന്നെ കോൺടാക്ട് ചെയ്തതിൽ എന്റെ മാനേജർ കരിഷ്മനെ കോൺടാക്ട് ചെയ്ത് സംസാരിക്കാറുണ്ട് ഇപ്പോഴും. അപ്പം എല്ലാ ഐശ്വര്യവും, ഇപ്പൊ രേണുകാദേവിയുടെ എല്ലാ ഐശ്വര്യവും ഇവിടെ ഉണ്ടാവട്ടെ. എന്റെ പ്രാർത്ഥന ഉണ്ടാവും. എല്ലാം സന്തോഷമായിട്ട് അടിപൊളിയായിട്ട് നടക്കട്ടെ. എല്ലാ ആശംസകളും. രേണു ഗോൾഡ് സിൽവർ ജുവലറി നമ്മുടെ കിളിമാനൂർ ആശംസ. രേണുവിന്റെ പേരൊക്കെ മാറ്റിയില്ലേ? ഇപ്പൊ രേഷ്മയല്ലേ? പിന്നെ അങ്ങനെ രേണു ജുവലറി വരുന്നത്, രേണുകാ ജുവലറി വരുന്നത്? രേഷ്മയെന്നല്ലയോ ഇപ്പൊ തന്റെ പേര്? പിന്നെ അങ്ങനെ ഈ രേണു ജുവലറി, എന്റെ പേരിലുള്ള ജുവലറി എന്നൊക്കെ പറയുന്നത്? പിന്നെ കടകളൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും ഉള്ളതൊന്നും പിന്നെ ആരും പറയുന്നില്ല. ഒരു റിവ്യൂ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ തരുന്നു. ഉദ്ഘാടനത്തൊക്കെ നേരത്തെ പോയിട്ടുള്ള കടകളുടെയും ഉദ്ഘാടനത്തിന് പോയിട്ടുള്ള റെസ്റ്റോറന്റുകളുടെയൊക്കെ ഒരു റിവ്യൂ, നല്ലതുപോലെ നടക്കുന്നോ അതോ പൊളിഞ്ഞു പോയോ എന്നൊക്കെ ഉള്ളതിന്റെ ഒരു റിവ്യൂ എടുത്ത് മീഡിയയിൽ ഇടാൻ തരുന്നു. അതൊന്നും ഇട്ട് കാണാത്തതുകൊണ്ട് നമുക്കാർക്കും അറിയത്തില്ല അത് പൊളിഞ്ഞു പോയോ അതോ നടക്കുന്നുണ്ടോ ഒന്നും. ഇപ്പം രേണു ഉദ്ഘാടനം ചെയ്തത് പൊളിഞ്ഞു പോയെന്ന് രേണു ഒരിക്കലും പറയില്ലല്ലോ. നല്ലതുപോലെ വരുന്നു എന്ന് മാത്രമല്ലേ പറയുന്നുള്ളൂ. അല്ലാതെ ആ ഓണേഴ്സിന്റെ ഒരു റിവ്യൂ എടുത്തിടൂ. അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും നല്ലതുപോലെ നടക്കുന്നുണ്ടെന്ന്. അപ്പം ഞങ്ങൾ വിശ്വസിക്കാം. ഇപ്പൊ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പുതിയ ചെരുപ്പല്ലേ? ഇത് ഇമ്പോർട്ടഡ് ആണോ? ഇത് എവിടെ നിന്നാന്ന് എനിക്കറിയില്ല. ഇവരെ തന്നെ പുറത്തുനിന്ന് കൊണ്ടുവന്നാണ്. അതിന്റെ വില 35,000 രൂപയാണ്. 35,000 രൂപയുടെ ചെരുപ്പ്. ഈടുസ് ഇടുമ്പോ മിനിമം അത്രയൊക്കെ ഇടണ്ടേ? ഇപ്പൊ ഈ വീഡിയോ കണ്ടല്ലോ, അതിന്റെ വില പറഞ്ഞത് കേട്ടല്ലോ, ജാൻസെ കേട്ടല്ലോ. അടുത്തത് കേൾക്കാം. ടൈറ്റാനിക്കിന്റെ ആകൃതിയിൽ ഞങ്ങൾ പണി കഴിപ്പിച്ച ചെരുപ്പാണ്. ഇതിനൊരു 31,000. അല്ല, കാട്ടാക്കട. ഞാൻ വെറുതെ പറഞ്ഞ ദുബായിലെയാണ്. എങ്ങനെയാന്ന് പറയരുത് കേട്ടോ. ആദ്യം പറഞ്ഞു എത്ര രൂപയാന്ന് ആലോചിച്ചു. മീഡിയക്കാർ പറഞ്ഞു 31, 32 എന്നൊക്കെ പറഞ്ഞു. ഇല്ല, രേണു അവസാനിപ്പിച്ചു 45-ൽ. എന്നിട്ട് പറയുന്നു ഇത് എവിടത്തെയാന്ന് വെച്ചോ, ദുബായിലാണോന്ന് വെച്ചപ്പോ അല്ല, കള്ളം പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഇല്ല ഇത് ദുബായിലാണെന്ന്. ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഉറച്ച് നിൽക്കുന്നേ. ഇന്നലത്തെ ചെരുപ്പിന്റെ അത് പറയുന്നുണ്ടായിരുന്നു 35,000 രൂപയുടെ ചെരുപ്പാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഇല്ല അതിനകത്ത് ആരും ആ വില കണ്ടുപിടിച്ച്. ബുദ്ധിമാന്മാരാണ് മനുഷ്യർ കേട്ടോ. നമ്മളൊക്കെ ബുദ്ധി ഉണ്ടേ ഞങ്ങൾക്കൊക്കെ. അപ്പോൾ പിന്നെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് അറിയത്തില്ല, ഞാൻ ചുമ്മാ എന്ന് പറഞ്ഞു. തള്ളു 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 തള്ളു. ഇപ്പോഴും തള്ളു തന്നെ. 45,000 ദുബായിലെ ചെരുപ്പ്. പിന്നെന്തരാ ഏത് ടൈറ്റാനിക്കിനെ പോലെ ഞാൻ ഉണ്ടാക്കിച്ചെടുത്ത ചപ്പലാണ്. ഷോ പറഞ്ഞപ്പോ രേണുവിന് തോന്നിയില്ലേ ഇത് എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ പറഞ്ഞതെന്ന് വിളിച്ച് ചോദിക്കാനായിട്ട്? എന്തുകൊണ്ടാണ് തോന്നിയില്ല? കാരണം മനഃപൂർവ്വം അത് ഒരു എന്താ പറയാ, ആരും മാനിപ്പുലേറ്റ് ചെയ്തതല്ലെന്ന് കിച്ചു തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് ചോദിക്കാനാണെങ്കിൽ ഒന്ന് ചോദിക്കാൻ. കാരണം 2 ദിവസം മുന്നേ വിളിച്ചു, വീഡിയോ കോളും ചെയ്ത് സംസാരിച്ചിരുന്ന ആളാണ്. ഞാൻ ദുബായിൽ പോയപ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളും കണ്ടതാണ് കിച്ചു എന്നോട് സംസാരിക്കുന്നത്. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനൊരു സംഭവം ഞാൻ ഞെട്ടിപ്പോയി. ഇനി എന്ത് ചോദിക്കാനാണ്? മാനിപ്പുലേറ്റിംഗ് അല്ലെന്നും പറഞ്ഞു. എനിക്കൊന്ന് ചോദിക്കാൻ
കേട്ട് 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 മടുത്തു. എത്രാമത്തെ പ്രാവശ്യമാണ് ഇത് പറയുന്നത്? എനിക്കറിയത്തില്ല, ഇവരിങ്ങനെ വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു, സ്റ്റോക്ക് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഇപ്പൊ കണ്ടന്റ് വൈറലാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഇത് തന്നെ ഇങ്ങനെ കാസറ്റ് റിവൈൻഡ് ചെയ്ത് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത് തന്നെ പറയും, നിങ്ങൾ വീണ്ടും ഇത് തന്നെ എടുത്ത് റിവ്യൂ ഇത് പ്രതികരിക്കുമോ, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെ എടുത്ത് വൈറൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഇത് തന്നെ എടുത്ത് ഇങ്ങനെ കാസറ്റ് റിവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മതിയാക്കൂ കേട്ട് കുറേയായി. ഇതൊക്കെയാണ് രേണുവിന്റെ പുതിയ വിശേഷങ്ങൾ. പുതിയ ഉദ്ഘാടനങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു, പ്രൊമോഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. രേണു പറയുന്നത് ഇതിലെല്ലാ കടകളും എല്ലാം നല്ലതുപോലെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഉദ്ഘാടനത്തിന്റെ. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഈ പച്ച സാരിയിൽ രേണു നല്ല സുന്ദരിയായിട്ടുണ്ട്. സത്യം അത് എവിടെ കണ്ടാലും ഞാൻ പറയും. അത് എനിക്ക് ഇഷ്ടപ്പെട്ടത് രേണുവിന്റെ പച്ച സാരിയിലെ, ഒൺലി പച്ച സാരിയിലെ കോപ്രായങ്ങൾ കാണിക്കുമ്പോഴത്തേന് കോപ്രായങ്ങൾ കാണിക്കുന്നത് തന്നെ പറയും. പിന്നെ ചീത്ത പറയുക, പള്ളു പറയുക, ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല. അവരിപ്പോൾ ചെയ്യുന്ന കാര്യത്തിനോട് നമ്മൾ പ്രതികരിക്കാം. അത് ആർക്കായാലും പ്രതികരിക്കാം, ആരായാലും പ്രതികരിക്കാം. ഞാനും പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ചീത്ത പറയുക, പള്ളു പറയാതൊന്നുമില്ല, അതൊന്നും ശരിയല്ല. പിന്നെ ഈ കിച്ചു പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം രേണുവിന്റെ കയ്യിൽ കണ്ടന്റ് ഇല്ല നമുക്ക് തരാനായിട്ട്. നമുക്ക് കണ്ടന്റ് തന്നേ പറ്റത്തുള്ളൂ. അത് രേണു രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, നാളെ ഞാൻ എന്ത് കണ്ടന്റ് കൊടുക്കും എന്ന് ഞാൻ ഇങ്ങനെ ഓൺലൈൻ മീഡിയക്കാർക്ക് നാളെ ഞാൻ എന്ത് കണ്ടന്റ് കൊടുക്കും എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കും. പക്ഷെ ഒന്നും കിട്ടുന്നില്ല. അപ്പൊ സാരിയൊക്കെ നല്ല മെനക്ക് കൊടുത്തിട്ടുണ്ട്, സീറ്റ് ബെൽറ്റ് ഒക്കെ നല്ല മെനക്കിട്ടിട്ടുണ്ട്. പിന്നെ അതേ കണക്ക് അപ്പൊ ഒന്നും കിട്ടുന്നില്ല, ഒരു കണ്ടന്റും കിട്ടുന്നില്ല. പിന്നെ അതുകൊണ്ട് വിചാരിച്ചു ഓക്കെ, ഇപ്പൊ കിച്ചുവിന്റെ ആ ഒരു വിഷയം തന്നെ വീണ്ടും കൊടുക്കാൻ കണ്ടനായിട്ട്. ആരെങ്കിലും എടുക്കട്ടെ. സോറി, ഇനി വേണ്ട കേട്ടോ, മടുത്ത് കേട്ടോ. വേറെ വല്ലതും പിടിക്കും. വേറൊരു കണ്ടന്റ് വരുന്നുണ്ട്. നാളെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. വേറൊരു കണ്ടന്റ് എനിക്ക് രേണു ഇട്ട് തന്നിട്ടുണ്ട്. അതിപ്പോ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അത് കണ്ടന്റ് അത് ഞാനിപ്പോ അങ്ങോട്ട് കണ്ടതേ ഉള്ളൂ. അതിൻ്റെ അത് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. ഇപ്പൊ ഇതെല്ലാവരും കണ്ട് സംതൃപ്തരാകൂ. ഇനി നമുക്ക് നാളെ പുതിയ കണ്ടന്റുമായിട്ട് വരാം. രേണു പ്ലീസ് കണ്ടന്റ് ഇടണേ. നന്ദി, നമസ്കാരം.